എന്റെ പേര് വടക്കാഞ്ചേരി വക്കച്ചൻ. വെടക്ക് വക്കൻ എന്ന് പറഞ്ഞാൽ അറിയും. ഞാൻ ബത്തേരി ബാപ്പു, കൊലകൊല്ലിന്ന് വിളിക്കും. നമ്മള് പട്ടാമ്പി രവി, ചട്ടമ്പി രവി എന്നാ ഗുണ്ടാ ലിസ്റ്റില്. പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിലും റൗഡ് ലിസ്റ്റിലും കേഡ് ലിസ്റ്റിലും ഒക്കെ ഞങ്ങളുടെ പേര് എപ്പോഴും കാണും. സത്യം പറഞ്ഞ ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തെത്താൻ ഞങ്ങൾ തമ്മിൽ ആരോഗ്യപരമായ ഒരു മത്സരം പോലുമുണ്ട്. ഞങ്ങള് മൂന്നാളും പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഷാപ്പായത്. ഇവിടെ വന്ന് ഉറക്കത്തുമ്പാൻ പോലും ഒരാളും ധൈര്യപ്പെടാറില്ല. എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. എനിക്കെന്തോ അസുഖമുണ്ട്. കാരണം നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല. അതൊരു കുഴപ്പമല്ലേ ചേട്ടന്മാരെ? എന്റെ പേര് ശിവരാമൻ, വക്കീല. ക്രിമിനൽ ലോയറെ എന്ന ആൾക്കാർ വിളിക്കും. അത് നമ്മുടെ കയ്യിലിരിപ്പിന്റെയും കൂടിയാ. ഈ KD റൗഡി ലിസ്റ്റിലൊക്കെ എന്റെ പേരും ഉണ്ട്. ഒരു അപ്കമിങ് സ്റ്റേജിലായതുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടില്ലെന്ന് മാത്രം. സംഗതികളുടെ കിടപ്പ് വശം വെച്ച് നോക്കുമ്പോൾ നമ്മൾ 4 പേരും ഒരേ നുഖത്തിൽ കിട്ടാവുന്ന ഗുണ്ടകളാണ്. അതുകൊണ്ട് ഈ ടോഡി ബാർ നമുക്ക് 4 പേർ കൂടെ നടത്തിയാലോ? ദേ അതിന്റെ പൂജ. പെട്ടെന്ന് തീരുമാനിക്കണ്ട. കൂടെ നിർത്താൻ പറ്റിയ ആളാണോ എന്ന് നല്ലപോലെ ബോധ്യപ്പെട്ടിട്ട് മതി. അല്ല പിന്നെ എന്റെടാ കുഞ്ഞില്ലടാ. എന്താടാ? വാടാ. സോറി, ഞാനിവിടെ തന്നെ ഉണ്ട്. ചെറിയ ഡ്രിങ്ക് ബ്രേക്ക് ആയിരുന്നു. ഓക്കെ, ആക്ഷൻ. ഇതുപോലെ സെറ്റപ്പ് എന്റെ വീടിന്റെ മുമ്പിൽ തുടങ്ങണമെങ്കിൽ എത്ര പൈസ വേണം? വേറെ എന്തിനാണ് ഞാൻ തുടങ്ങുന്നത്? ഈ 3 സ്റ്റാർ നമ്മൾ 4 സ്റ്റാർ ആക്കിയില്ലേ? ഞൊണ്ടിയല്ല, ചാണ്ടിയ. ആരാത്? ഏത്? ഹലോ,
അളിയന്റെ ഫ്രണ്ടായി ഇവരൊക്കെ ആരാ? എന്റെ ഇപ്പോഴത്തെ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സാ? ഇപ്പൊ എന്നെ പാർട്സ് ആക്കിയനെ. ഇതെന്ത് വേഷം? ഇത് ഈ ചേട്ടന്റെ. ഇത് വെടക്ക് വക്ക, കൊലകൊല്ലി, ചട്ടമ്പി രവി. പരിചയപ്പെട്ട സന്തോഷം. ഇതെന്റെ ഫ്രണ്ട് ചാണ്ടി. ചാണ്ടി നല്ല അസല് വാറ്റുകാരനും അതിനേക്കാൾ നല്ല ഓട്ടക്കാരനുമാണ്. എക്സൈസുകാർ എങ്ങനെ ഓടിച്ചാലും ഇവനെ കിട്ടൂല. ഈ കാലം കൊണ്ട് അവൻ പായും. പോകാനോ? ചാണ്ടി, ഞാനിപ്പോ പാർട്ട്ണർഷിപ്പിൽ ഷാപ്പ് നടത്തുകയല്ലേ. ശിവൻ എന്തിനാ ഡപ്പാങ്കൂത്ത് ഷാപ്പിന്റെ ഒക്കെ നടത്തേ? അയ്യോ, ഇതങ്ങനെ വെറും ഷാപ്പൊന്നും അല്ല. ഇവിടെ കള്ളും ചാരായവും ബ്രാൻഡിയും വിസ്കിയും സകല സാധനങ്ങളും ഉണ്ട്. ഇത് 3 സ്റ്റാറാ മോനെ, 3 സ്റ്റാർ. ഇവിടെ ക്യാബറ ഡാൻസ് നടത്താറുണ്ട്. കണ്ട, ഇത്രയും നല്ലൊരു സ്ഥലം വിട്ടിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും? ശിവ പോവാം പ്ലീസ് പ്ലീസ്. ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വരാം. വളരെ അത്യാവശ്യം ഒരു കാര്യമുണ്ട്. ശിവ കേറ്. നാളെ വരില്ലേ? നാളെ വരുമ്പോ ഉറ്റവരോടും ഉടയവരോടും ഒന്നും ഉരിയാടാതെ ഇതുപോലെ നാട് വിട്ടേച്ച് വരരുത് എന്നൊന്ന് പറഞ്ഞേക്കണേ. ഒരു ചെറിയ അഡ്വൈസ്. നാട് വിട്ടു വന്നാണോ? ഇതൊരു പതിവാ. അങ്ങനെ ഇരിക്കുമ്പോ ആളെ കാണില്ല. പിന്നെ ഞാൻ എവിടുന്നെങ്കിലും വന്ന് പൊക്കണം. ചുമ്മാ പറയാ, അങ്ങനെ നാട് വിട്ടതൊന്നുമല്ല. നാട്ടിലെ ബാറിലെ കച്ചടകൾ മടുക്കുമ്പോ ഞാൻ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി ഇറങ്ങും. ഒരു ചേഞ്ചിന് വേണ്ടി. ഏത് മനുഷ്യനാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത? രണ്ടുപേര്. ഇത് ഹെൽമെറ്റാ. വേണോ? ബൈ, ഗുഡ് നൈറ്റ്. ബൈ. ശിവ നേരം എഴുന്നേക്ക്. ശിവ ഓ, തമ്പുരാൻ എത്തിയോ? എത്തി. കൊലകൊല്ലി, കൊലകൊല്ലി, കൊലകൊല്ലി. കൊലവല്ലിയോ? ഇവനെ ഏതെങ്കിലും കാട്ടിത്താണോ നീ പിടിച്ചോണ്ട് വന്നത്? ഏയ്, ഷാപ്പിന്ന 3 കുഞ്ഞാടുകളോടൊപ്പം ഷാപ്പ് നടത്തുമായിരുന്നു. അയ്യോ. Way very offensively. Now this is what Saturn and Malenko need to do. They need to stay on the same page. Well, they haven't been on the same page. We saw them smack down. ദാ, കുടിക്കാത്തവനായതുകൊണ്ട് ബ്രാൻഡുകളൊന്നും എനിക്കറിയില്ല. എങ്കിലും പരമാവധി സാധനങ്ങൾ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീടായത്. ഒരു ബാറാണെന്ന് കരുതി എന്റെ മോൻ ഇവിടെ ഇരുന്ന് മദ്യപിക്കണം. അവന് കുടിച്ചാൽ മാത്രം പോരല്ലോ, തല്ലുണ്ടാക്കണ്ടേ? സൗകര്യം ഉണ്ടാക്കാം. ആദ്യം എന്നെ തല്ലട്ടെ, അത് കഴിഞ്ഞ് വരെ. അതുകൊണ്ടും മതിയായില്ലെങ്കിൽ വാടക കുട്ടകളെ ഏർപ്പാട് ചെയ്യാം. എന്റെ പൊന്നു മോൻ നാട് തെണ്ടാൻ ഇറങ്ങാതിരുന്നാ മതി. അതിന്റെ കുറവേ ഉള്ളൂ.